ചക്കക്കുരു കൊണ്ട് ഒരു കാപ്പി. കോപ്പിയാണ്. അതെന്താണ് ഈ കോപ്പി? എന്താണ്? എന്താ പിന്നെ അത് സാധാരണ കാപ്പിക്കും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരാം. അപ്പൊ ഒത്തിരി ആളുകളെ ചേർത്ത് പിടിക്കുകയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ അതിനൊരു തലം കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഈ വുമൻസ് ഡേ മുതൽ നമുക്കത് കണ്ടു തുടങ്ങി. അപ്പൊ സൂപ്പർ വുമൻസ് ആയിട്ട് നിങ്ങൾ ഈ വുമൻസ് ഡേയിൽ ഒരു 10 പേരെ സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ അവരെത്രത്തോളം നിങ്ങൾക്കറിയാം, അല്ലെ എത്രത്തോളം നിങ്ങൾ അവരെ താല്പര്യത്തോടെയാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചേക്കണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ പേര് മാത്രം പറയാം. അപ്പൊ അവരെന്താണ് എന്ന് പറയാം. 40ാമത്തെ വയസ്സിൽ MBA പാസ്സായ സിജി. 2014 ഒക്ടോബറിലാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങലായിരുന്നു. 40 വയസ്സിൽ ഞാൻ MBA എടുത്തു. എന്താണ് അവരെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെ അവരുമായിട്ട് എന്താണ് റിലേഷൻഷിപ്പ്, എങ്ങനെയാണ്? അല്ലെ ഇവിടെ ആയിരക്കണക്കിന് പപ്പട കമ്പനികളുണ്ടാവും. എന്താണ് ആ പപ്പടത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ MBA-കാരിയുടെ പപ്പട കമ്പനി? 40ാമത്തെ വയസ്സിൽ MBA എടുത്തു അല്ലെ? അതെ. പുള്ളിക്കാരത്തി 30ാമത്തെ വയസ്സിൽ ഷി ബിക്കേം എ വിഡോ. 2 മക്കളുടെ അമ്മയാണ്. മൂത്ത കുട്ടി കുറച്ചൊരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. 2ാമത്തെ മോൾക്ക് 1.5 വയസ്സായിരുന്നപ്പോഴാണ് ആണ്ട് ഭർത്താവ് കാർഡിയാക് അറസ്റ്റിൽ മരിച്ചു പോകുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. വല്ല സുഖമില്ലാണ്ട് കിടക്കോ അങ്ങനെ വല്ലതാണെങ്കിൽ നമുക്കറിയാം, ഓക്കെ വി ഷുഡ് ബി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ഇതുമില്ലാണ്ട് ഷീ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പൊ ആകെപ്പാട് എന്തെങ്കിലും ചെയ്യാം അറിയാം. സാധാ വീട്ടമ്മയായിരുന്നു. ആള് വർക്ക് ചെയ്യാൻ തുടങ്ങി അതിനുശേഷമാണ്. അതുവരെ ആള് വന്ന് മൂത്ത മോന്റെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പിയും ട്രീറ്റ്മെന്റ്സിനും ഒക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇതായതിനു ശേഷമാണ് ആളൊരു കാർ ഡീലർഷിപ്പ് കമ്പനിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടും അതൊക്കെ അതിന് ശേഷമാണ്. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. എന്നിട്ടാണ് പുള്ളിക്കാരത്തി ആദ്യം പ്ലാവിന്റെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വെറൈറ്റി വേണമെന്നൊരു പപ്പടത്തില് വീട്ടിലിഷ്ടം പോലെ പ്ലാവ് ഉണ്ടല്ലോ, എന്നിട്ട് ആ ചക്ക വെച്ചിട്ട് ചക്കപ്പപ്പടം ഉണ്ടാക്കും. എത്ര വെറൈറ്റി പപ്പടം ഉണ്ട്, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മഷ്റൂം വെച്ചും ഇപ്പൊ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഗുഡ്. ഞാൻ മഷ്റൂമോ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിച്ചിട്ടില്ല. മഷ്റൂം വളരെ നന്നായിട്ടുണ്ട്. അതായത് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്നത് പോലെ അവർക്ക്, അതായത് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ട്. സത്യം. അല്ല, അങ്ങനെയുള്ളവർക്ക് വിപണി കൊടുക്കാന്ന് പറഞ്ഞാൽ എടുത്ത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ റാക്കിൽ എത്ര രൂപ ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു സാധനത്തിൽ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അല്ല, അത് സ്ഥിരം സൂപ്പർ മാർക്കറ്റിലുള്ളത് അങ്ങനെയാണ്, ഡിസബിലിറ്റിക്ക് ഇത്ര. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഞാനാണ് ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് ഇവര് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് ആക്ച്വലി വി സ്റ്റാർട്ടഡ് നാച്ചുറൽ ഓൺട്രപ്രണർ 2023 2022 ഞങ്ങളൊരു പ്രോജക്റ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ട്. അതായത് വീട്ടിൽ നിന്നും ചെയ്യുന്ന ലേഡീസ്, ബിസിനസ് ചെയ്യുന്നതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ലേഡീസ് അവരുടെ പ്രപ്പോസൽ ആയിട്ട് വരിക. ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കും. അതായത് പാക്കേജിങ് മുതൽ അവർക്ക് ലൈസൻസ് എടുക്കാൻ വരെയുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. പാക്കേജ് ഡിസൈൻ. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഉത്തരം ഇപ്പൊ പറഞ്ഞത്. MBA-കാരിയായ വീട്ടമ്മ ഇരിക്കുന്നു പറയും. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത MTech, MBA, റിസർച്ച് സ്കോളേഴ്സ്, മിനിമം ഡിഗ്രി, ഇവരെല്ലാം വീട്ടിലിരിക്കുക, ഒരു പണിയും ചെയ്യാതെ. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ അടുത്ത് കല്യാണം കഴിക്കുക. സത്യം. 1 വർഷത്തിനകം കുഞ്ഞുണ്ടാകുക, 2 വർഷത്തിന് അടുത്ത കുഞ്ഞുണ്ടാകുക, പിന്നെ കുഞ്ഞിന് 10 വയസ്സാവുന്നതിന് വരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. അത് പിന്നെ അവരുടെ ജീവിതം കഴിഞ്ഞു. ആ 10 വർഷം കഴിഞ്ഞ് പിന്നെ അവർക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. വളർന്നു വരുമ്പോൾ ധൈര്യവും കൂടെ പോയി കിട്ടും. അതാണ് പ്രശ്നം. പിന്നെ പകുതി സ്റ്റാഫുകളും ഓൾ വെൽ എഡ്യൂക്കേറ്റഡ്, ചെറിയ കുട്ടികളും ഉണ്ട്. മിനിമം ഒരു ഡിഗ്രി ആയിരിക്കും. അവർക്ക് ഭയങ്കര സ്മാർട്ട്. അപ്പൊ ഞാൻ സ്റ്റാഫിന് ഓരോരുത്തരുടെ കഴിവ് കണ്ട, അത് പാടാനാവട്ടെ, ഡാൻസിങ് ആവട്ടെ, അവര് പെയിന്റിങ് ആവട്ടെ. ഇപ്പൊ ഞാൻ വിമൻസ് ഡേന് അവരായിരുന്നു നെയിൽ ആർട്ടും മെഹന്തിയും ഒക്കെ ഇട്ടു കൊടുത്തു ഓരോരുത്തർക്കും. അപ്പൊ അവരുടെ ആ ടാലൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറേ ഉണ്ട്. പക്ഷെ സാഹചര്യം കാരണം അവർക്കൊന്നും പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ അങ്ങനെ 2 കുട്ടികളുടെ അമ്മയായ 2ാമത്തെ കുട്ടിക്ക് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭർത്താവ് മരിച്ചു പോയ ഒരു ലേഡി ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ് 20 തരം പപ്പടം. അതെ. അവർക്ക് പ്രൈം സ്പോട്ട്
കൊടുത്ത് അവരെ അവർക്ക് ഇത്രയും നാൾ വിപണി കൊടുത്തു. അതുകൂടാണ്ട് വിമൻസ് ഡേക്ക് അവരെ വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുകയും അവരെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു. കാരണം കല്യാൺസ് ഹൈപ്പർ മാർക്കറ്റിന് അപ്പുറത്തേക്ക് ഒരു വിപണി സാധ്യതയാണ് ഉണ്ടാക്കി കൊടുത്തത്. അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താ ബ്രാൻഡിന്റെ പേരെന്താ? അമ്മാസ് ഫുഡ് പ്രോഡക്ട്സ്. അമ്മസ് ഫുഡ് പ്രൊഡക്ട്സ്. അല്ല, നമുക്ക് തീർച്ചയായും ഞങ്ങളുടെ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഞങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യും. ഇവൻ ഞങ്ങള് കുറേ കഥകൾ പറയാനുണ്ട്. യെസ്, ഇതേപോലെ എത്ര പേര്. അതെ അതെ. അതുപോലെ നമുക്ക് അടുത്ത് ചോദിക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി ഗീതാസ്. അതെന്താണ്? അത് അവരുടെ കഥ വേറെയാണ്. അവർക്ക് 13 വയസ്സ് വരെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. 13 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരാള് തുടങ്ങിയ ഒരു സംരംഭമാണ് ഗീതാസ്. അവര് ചെയ്യുന്നത് സാധാരണ മല്ലിപ്പൊടി, പക്ഷെ അവരുടെ മെയിൻ ആയിട്ടുള്ള USP എന്ന് പറഞ്ഞ കുർക്കുമേ, വിച്ച് ഇസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ടേമറിക് പൗഡർ. ഇത് മഞ്ഞളിനകത്തുള്ള ബയോ ആക്റ്റീവ് കണ്ടന്റ് ആണ് കുർക്കുമ എന്ന് പറയുന്നത്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു USP പ്രോഡക്റ്റ്. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരെണ്ണം, ഇറ്റ്സ് എ ഹെൽത്ത് ബേസ്ഡ് ഡ്രിങ്ക്. അവരുടെ ഇതെന്താന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഇപ്പൊ കാഴ്ചയില്ല, ഒട്ടും കാഴ്ചയില്ല. ഒരു 50 സെന്റ് സ്ഥലത്ത് കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോ ഒരു 400 ഏക്കറയിൽ കേരളത്തിന് പുറത്ത് നമ്മൾ നിസാമാബാദ് വരെ നമ്മൾ ഇന്നിപ്പോ കൃഷി ചെയ്യുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല. അവര് തന്നെ കൃഷി ചെയ്യാണ്. അവര് കൃഷി ചെയ്യുന്നത് അവര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഫാക്ടറിയിൽ അവർക്കൊരു ചെറിയൊരു ഫാക്ടറിയിൽ അവര് പോയിട്ട് ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതും എല്ലാം നോക്കണം. എന്നുവെച്ചാൽ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞു, 2 മക്കളും ഉണ്ട്. ആ മക്കളെ ആളാണ് കുളിപ്പിക്കുകയും ചെയ്തത് 6 മാസം വരെ. പരിമിതികൾ മനുഷ്യന്മാരെ കൂടുതൽ ടാലന്റഡ് ആക്കും. അല്ല, ഇവരെങ്ങനെ കണ്ടെത്തി? അല്ല, ഇവരൊക്കെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അവർക്ക് ഹൈപ്പർ മാർക്കറ്റില് ഇങ്ങനത്തെ ഇതുണ്ട്, നമ്മൾ അവര് ഇത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അവര് വരുന്നതാണ്. ചക്കക്കുരു കൊണ്ട് ഒരു കാപ്പി. ആരാണ്? ഷീബ. ഇസാലക്സ് എന്ന് പറഞ്ഞ ഷീബ. അത് കാപ്പിയല്ല, കോപ്പിയാണ്. അതെന്താണ് ഈ കോപ്പി? എന്താണ് അത്? ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കാപ്പിയുടെ പേര് അവര് കോപ്പി എന്നാണ് വെച്ചിരിക്കുന്നത്. അവരെന്താ പറഞ്ഞത്? എന്താ പിന്നെ അത് സാധാരണ കാപ്പിക്കും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? വെറൈറ്റി ആയിട്ടൊരു യൂട്യൂബിൽ തന്നെയാണ് കണ്ടത്. അപ്പൊ പക്ഷെ വീട്ടിലേക്ക് ഇതുള്ളതിൽ ചെയ്യാതെ, പക്ഷെ ചെയ്തു വന്നപ്പോ നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാന്നുള്ള ഒരു ചിന്ത വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും മാമിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. 3 മക്കളാണ്. അപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, സാമ്പത്തിക പ്രതിസന്ധി, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് വീടിന് ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് കുറെ പ്ലാവാണ്. അതിന്റെ കുറെ ചക്കക്കുരുമാണുള്ള വേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ഉണ്ടാക്കിയ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. ആള് ആദ്യം തുടങ്ങിയത് ഈ ഒരു കോപ്പിയിലിരുന്നാണ്. അതിനുശേഷം ഇപ്പോ ചക്കക്കുരു പുട്ടുപൊടിയുണ്ട്, ചക്കക്കുരു ആട്ടയുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര വിഷണറീസ് ആണ് ആൾക്കാർ. പുള്ളിക്കാരത്തിന്റെ എന്താന്ന് വെച്ചാല് പുള്ളിക്കാരത്തി തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തി ഇസ് ദേർ, ഷീ സ്റ്റാൻഡ്സ് ഇൻ അവർ സ്റ്റോർ സാമ്പിളും കൊണ്ട്. ബിക്കോസ് ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ എടുക്കാൻ കുറച്ച് മടിക്കും. ബിക്കോസ് ഇത് എന്ത് സാധനമാണെന്ന് അറിയില്ലല്ലോ, ഇത് എങ്ങനെ ടേസ്റ്റ് കാണുമെന്ന് അറിയില്ല. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാവർക്കും സാമ്പിളിങ് കൊടുക്കും. സാമ്പിളിങ് കൊടുത്തിട്ട് അവരോട് സംസാരിക്കും. ഇതാണ് ആവശ്യം, ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ പോസിറ്റീവ്സ് ഇതാണ്, ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്ത് കൃത്യമായിട്ടാണ് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി പറയുന്നത്. കാരണം എന്താ വെച്ചാല് ഞാൻ ശരിക്കും ഇവരുടെ പേര് പറഞ്ഞാൽ അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് 2 തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറയാണ് കാപ്പിപ്പൊടി, ഇത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പൊ ചക്കക്കുരു കൊണ്ട് കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും പറയുക. അതുപോലെ തന്നെ ടിഫിൻ ബാഗ്, വാഷബിൾ ആയിട്ടുള്ള ഒരു ബാഗ് ഉണ്ടല്ലോ, അത് സിജി കേട്ടോ, എല്ലാം ഓരോന്നോരോന്ന് പറയാം. അല്ലെ SS. എങ്ങനെയാണ് അവരുടെ കഥ? എന്താ പുള്ളിക്കാരത്തിന് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡ് ഒരു അപ്പോൾസ്ട്രി കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഹസ്ബൻഡ് ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. ആഴ്ചയിൽ 3 ദിവസം ആൾക്ക് ഡയാലിസിസ് വേണം. അപ്പൊ പിന്നെ ആളുടെ ആ ജോലി ആൾക്ക് തുടരാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണ് ആളുടെ ഈ പണി ആളുടെ വൈഫ് ഏറ്റെടുത്തത്. വൈഫ് അപ്പൊ ആൾക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ അപ്പോൾസ്ട്രി പണി ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് തുണ്ടുമുറി പീസസ് മെറ്റീരിയൽ മേടിച്ചിട്ട് അവർ ഈ ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. യൂസ് ചെയ്യാൻ നല്ലതാണ്, മറ്റുള്ള പ്ലാസ്റ്റിക് പോലെയല്ലല്ലോ, റീയൂസിബിൾ ആണ്. കഴുകിയിട്ടായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാണുന്ന പ്രേക്ഷകരോർക്കും എന്താണ് മധുമതിമാം ഒന്നും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യലി ചോദിക്കുവാണ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് മലയാളം നന്നായി അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാം, അറിവ് കുറവുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ആ ഓട്ടോക്കാരെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റില് വിളിച്ച് അവർക്കൊരു ട്രീറ്റ് കൊടുത്തതിനെ പറ്റി എന്താ പറയാൻ? വർക്കിംഗ് വിമൻ എന്ന് പറഞ്ഞാലേ അവർക്കൊരു അപ്ഹിൽ ബാറ്റിൽ ആണ്. സോ ഇങ്ങനെ വി വർ ജസ്റ്റ് ടോക്കിങ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വിമൻസ് ഡേ ആയിട്ട്, യൂഷ്വൽ ആക്ടിവിറ്റീസ് അല്ലാണ്ട് എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യണ്ടേന്ന്
വർജിനി അന്ന് വി കോൾഡ് ഹാസ് യൂഷൻ നമ്മുടെ മാനേജേഴ്സോട് ഒന്ന് സംസാരിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്ക് വർക്കിംഗ് വുമന്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടൊന്ന് എടുക്കാം. സംതിങ് വിച്ച് വി ഡോണ്ട് സീ എവറി ഡേ. ഓട്ടോ ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, അങ്ങനെ ഇതൊന്ന് നോക്കിയാലോ? സ്ത്രീകൾ ഓട്ടോ സ്ത്രീകൾ. Yes. അല്ല, എനിക്ക് ആ തെരഞ്ഞെടുപ്പിലാണ് എന്നെ അതിശയപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സ് ഡേയിൽ ടീച്ചർമാരെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറെ ആളുകളെ പോലീസുകാരെ വിളിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ്? ഓട്ടോ ഡ്രൈവറെ സാധാരണ ആരും തെരഞ്ഞെടുക്കാറില്ല. ഞാൻ കുറച്ചുകൊണ്ട് പറയണല്ല, എടുക്കാറില്ല. പക്ഷെ ഇത് ഓട്ടോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡെയിലി നെസസിറ്റി. Yes. എല്ലാവർക്കും ദിസ് ഇസ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. പക്ഷെ ലേഡീസ് ഈ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡിൽ വരുമ്പോൾ ഫോർ ദം ടു സക്സീഡ് ഇൻ ഇറ്റ് ആൻഡ് റൺ ദ ഫാമിലി ആൻഡ് സപ്പോർട്ട് ദ ഫാമിലി, അതൊരു വലിയ വിഷയം തന്നെ. സോ നമുക്ക് അങ്ങനെയായിട്ടൊന്ന് നോക്കിയാലോ. അപ്പോ എല്ലാവരും വന്നു ആൻഡ് ദേ സെഡ് ഓക്കെ ഇറ്റ് ഇസ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ടു ഗെറ്റ്. പക്ഷെ ഒന്നൊന്നായിട്ടൊന്ന് ആ നെറ്റ്വർക്ക് ചെയ്തിട്ട് വി ഫൗണ്ട് സം ലേഡീസ്. എന്തെങ്കിലും ആദ്യമായിട്ട് ഒരാളോട് പറഞ്ഞപ്പോ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഫാമിലി ഇരുന്ന ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ ഈ ഒരു ഓട്ടോ വെച്ചിട്ട് ഹൗ വിൽ യു സർവൈവ്, എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? പക്ഷെ ആ ഒരു ധൈര്യം കൊടുത്തത് വാസ് ആക്ച്വലി അതർ സറൗണ്ടിങ് അവരുടെ മെയിൽ കോളീഗ്സ് അല്ലെങ്കിൽ ഫീമെയിൽ കോളീഗ്സ്, ഈ ഓട്ടോ ഡ്രൈവേഴ്സ്, അവരുടെ ഒരു അസോസിയേഷൻ കാണൂലേ, അവർക്ക് അത്യാവശ്യം സപ്പോർട്ട് ഫ്രം ദെം ദേ ഗോട്ട്. പിന്നെ പാസഞ്ചേഴ്സും ലേഡീസ് വന്ന് എസ്പെഷ്യലി വിത്ത് ചിൽഡ്രൻ കാണുമ്പോൾ ലേഡി ഓട്ടോ ഡ്രൈവർ കാണുമ്പോഴേക്കും അയ്യോ ലേഡി ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഒരു സെക്യൂരിറ്റി ഉണ്ട്. ചില ജെൻസ് ഓക്കെ നിങ്ങൾ എങ്ങനെ എത്തിക്കാൻ പറ്റുമോ, വേഗം എത്തിക്കാൻ പറ്റുമോ, വഴി അറിയോ, ആ ഒരു ശങ്കകൾ എപ്പോഴും ഒരു ആർ ദേ കോമ്പറ്റന്റ് എനഫ്. സോ ഇതെല്ലാം ഒന്ന് ഫോർ ദം ടു ക്രോസ് ദിസ് ആൻഡ് ഹാവ് എ സക്സസ്ഫുൾ കരിയർ ഇൻ ദിസ്, അത് സാധിക്കാൻ പറ്റുമെന്ന് കാണിച്ച് 5-6 സ്ത്രീകളുണ്ടായിരുന്നു. സോ വി ഹാഡ് എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും വാസ് പ്രൈസ്ലെസ്. ഓക്കെ nobody has recognized us. 15 വർഷമായിട്ട് 2 ചേച്ചിമാരും ഓട്ടോ ഓട്ടിക്കുന്നുണ്ട്. അവരുടെ എന്താണെന്ന് വെച്ചാൽ ഞാക്ക് ഇന്നേ വരെ ഒരു മിഠായി പോലും ആരും മേടിച്ചു തന്നിട്ടില്ല. അതാണ് നിങ്ങൾ ഞാക്ക് ഒന്നൊരു പൊന്നാരയിട്ട് ഇങ്ങനെ റോസ് തന്നൊരു ഗിഫ്റ്റ് ഒക്കെ തന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ വി ഫീൽ സോ പ്രൗഡ് ഓഫ് ആർസെൽസ്. ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി പോകുന്നു ചെയ്തു വരുന്നു എന്നല്ലാണ്ട് ഞങ്ങൾ ഇതിന് അപ്പുറത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ നൗ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അല്ല, ആ ജോലിക്ക് ഒരു കുറവല്ല. ശരി, ഞാനും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഓട്ടോ ഒക്കെ ഓടിച്ചിട്ടില്ല. അപ്പൊ ആ സമയത്തൊക്കെ എന്നോട് അച്ഛനും എന്റെ റിലേറ്റീവ്സ് ഒക്കെ പറയും, ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഇത് നീ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞ് ഒത്തിരി പേരുടെ വിലക്കില്ല. അതൊരു കുറഞ്ഞ, ഞാനത് കേൾക്കണം, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അന്നുപോലെ ഞാൻ കേൾക്കുന്ന. പക്ഷെ അത് മുതൽ ഇതുവരെ എത്തിയിട്ടും ഒരു ഓട്ടോക്കാരന് ഭാര്യ വിളിച്ചൊരു അപ്രീസിയേഷൻ കൊടുത്തത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനത് കുറച്ചായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ എല്ലാ ജോലിക്കും ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ഒരു ജോലിയും മോശമല്ല. എല്ലാം നമ്മൾ ചെയ്ത നമ്മുടെ വയറ്റുപിഴപ്പിന് വേണ്ടിയിട്ടാണ്. ആ ഒരു റെസ്പെക്ട് ഓഫ് ഓക്യുപ്പേഷൻ. ഞാൻ STD ബൂത്ത് നടത്തിയിട്ടുണ്ട്. എനിക്ക് വലിയ അഭിമാനമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സംഭവം തന്നെ. നമുക്ക് കുറച്ച് പൈസ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിനുപരി സ്വീറ്റ് ആയിട്ട് വന്നിരുന്നു. അത് 2 പേർക്ക് ചെറിയ മക്കളായിരുന്നു. ആ മക്കളും വന്നിരുന്നു. സോ ഹാപ്പി എന്നറിയോ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വീറ്റ് കിട്ടി, ഒരു ഗിഫ്റ്റ് കിട്ടി, അമ്മയ്ക്ക് പ്രൈസ് കിട്ടുന്നു. അമ്മയ്ക്ക് പ്രൈസ് കിട്ടി. അല്ല, ആ മധുരം കൊടുത്തത് മറ്റേ അഗ്രഹാരത്തിലെ സ്വീറ്റ്സ് ആയിരുന്നോ? അഗ്രഹാരത്തിലെ ഗായത്രി സ്വീറ്റ്സും അടുത്തൊരു കമ്പനിയാണ്, അവരുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അതിനെ പറ്റി പറയും. 5 ആൾക്ക് നമുക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു മെച്ച ക്രെഡിറ്റ് അല്ലേ. അതായത് 2007 ആണ് ഈ ഒരു സംരംഭം തുടങ്ങാൻ കാരണം എന്താന്ന് വെച്ചാൽ ആള് ഒരു വിഡോവായിരുന്നു. 2008 ആള് ബാങ്കിൽ ഇരുന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്നു ആൾക്കറിയാം. അപ്പൊ റിട്ടയർ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? 2 മക്കളുണ്ട്, 2 മക്കളും പുറത്താണ്. അതായത് 2 പേര് ബോംബെയിലാണ്, ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ സീരിയൽ കണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. അത് പറ്റത്തില്ല. ഐ ഹാവ് ടു ഡു സംതിങ് എന്ന് തുടങ്ങി 1 വർഷം മുന്നേ തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭമാണ്. ഒരു വെളിച്ചെണ്ണ ഉണ്ട്, എന്താണ് പവിത്രോ? കാരണം ഇതാണ് അല്ലെന്ന് വെച്ചാലേ കേട്ടിട്ടില്ലാത്തൊരു പേര് പരം പവിത്രോ? അതെ, പരം പവിത്ര. ആ പേരിൽ തന്നെ ഒരു പവിത്രതയുണ്ട്. അപ്പൊ ആ പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? തന്നെയാണ്. എന്താണ് അത്? ലീല ചേച്ചി എന്ന് പറഞ്ഞ ഒരാള് തുടങ്ങിയതാണ്. അത് വെന്ത് വെളിച്ചെണ്ണയാണ്, നോർമൽ വെളിച്ചെണ്ണയല്ല. ഈ വെന്ത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ പാലെടുത്ത ഉരുക്ക് വെളിച്ചെണ്ണ. അതിന് എനിക്ക് തോന്നുന്നു സൗത്ത് ഓഫ് കേരളയിൽ ഉരുക്ക് വെളിച്ചെണ്ണയിലും ആ സൈഡില് വെന്ത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്
നമ്മൾ തേങ്ങാ പാലെടുത്ത് ആ പാലിനെ തിരിച്ച് പിരിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ചുരുക്കത്തിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുറ്റി സിലിണ്ടർ എങ്കിലും കാലിയാവും. ഓ ശരി. അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ മക്കൾക്കൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ വെളിച്ചെണ്ണയാണ് ഈ ചേച്ചി ഉണ്ടാക്കുന്നത്. അതാണ് തേങ്ങ ചിരണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞിട്ട് തേങ്ങാ പാല് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള മോസ്റ്റ് മോസ്റ്റ് കോസ്മെറ്റിക് വാല്യൂ ഉള്ള എണ്ണയാണ് പ്യൂറസ്റ്റ് ഫോം. വെളിച്ചെണ്ണയാണ്. നല്ല വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട്. അത് സെൻട്രിഫ്യൂഗ് ചെയ്ത് എടുക്കാറുണ്ട്, ഇങ്ങനെ കാച്ചി എടുക്കുന്നതിനാണ് കൂടുതൽ വാല്യൂ, കൂടുതൽ ഔഷധ മൂല്യം കൂടുതലുള്ളത്. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഈ കല്യാൺ ഏത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും ഓഫറുകൾ, പൊടികൾ, സാധനങ്ങളെല്ലാം നിരത്തി വെച്ചേക്കുന്നു. പക്ഷെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ പൊടികളുടെ പ്രത്യേകത എന്താ? അതെല്ലാം പൊടികളാണ്. അല്ല, ഞാൻ നോക്കിയപ്പോ അവിടെ ഞങ്ങൾ പൊടിക്കുന്നു, കുറെ വീഡിയോസ് ഞാൻ കണ്ടാണ്. അതിന്റെ സത്യാവസ്ഥ എന്താ? ലൈവായിട്ട് പൊടിച്ചു കൊടുക്കുന്ന ഒരു കൗണ്ടർ കാലിക്കറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് സ്റ്റോറിൽ മാത്രമേ ഞങ്ങൾക്ക് കുറച്ചൊരു സ്പേസ് കിട്ടിയുള്ളൂ. അപ്പൊ അത് ഞങ്ങൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അവിടെ തന്നെ പൊടിച്ചു കൊടുക്കുന്നു. അത് ഞങ്ങളുടെ ബാക്കിയുള്ള കടകളിലും അത് അവൈലബിൾ ആണ്. അവിടുന്ന് പൊടിച്ച് ഞങ്ങൾക്ക് ഈ ഒരു മിഷൻ വെക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ചധികം സ്ഥലം വേണമായിരുന്നു. അതായത് ഫ്രഷ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ, ഫ്രഷ് ആയിട്ടുള്ള ബാക്കിയുള്ള പൊടികൾ, ഗോതമ്പ് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ ഓരോ പൊടികളും. അപ്പൊ അത് ഞങ്ങൾ പ്ലാന്റ് വെച്ചിരിക്കുന്നത് കാലിക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിനുള്ളിലാണ്. അത് ബാക്കി എല്ലാ സ്റ്റോറിലും ഇറ്റ് ഇസ് അവൈലബിൾ. ഞാനിത് പരസ്യമായിട്ട് ചോദിച്ചതല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ എല്ലായിടത്തും കിട്ടും. പക്ഷെ ഓരോ പ്രൊഡക്റ്റിന്റെയും പുറകിൽ ഒരു കഥകളുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ചോദിച്ചെന്നുള്ളൂ. ഇനിയുണ്ട് കുറെ. അല്ല, വെറുതെ ഒരു സാധനം വെച്ചിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? വി ഷുഡ് ബി ഡിഫറെന്റ് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഐ വോണ്ട് ടു പ്രൊമോട്ട്. നമ്മുടെ കൂടെ ഉള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എന്നല്ല നമ്മൾ വി ഗ്രോ ടുഗെദർ എന്ന് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിലല്ലേ നമുക്കും സന്തോഷം. നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ വളരുമ്പോഴാണ്. അത് ഈ കൂടെ ഉള്ളവരുടെ കാര്യം പറയുമ്പോൾ 7 വർഷമായിട്ട് എന്റെ കൂടെ ഉള്ളവർ എന്റെ കൂടെ തന്നെ ഉണ്ടെന്നൊരു പ്രൗഡായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അപ്പൊ അവർക്ക് എത്രയാണ് ശമ്പളം കൊടുക്കണമെങ്കിൽ? കൂടെ കൂടാനാണ് ശമ്പളം നമ്മൾ എത്ര കൊടുത്താലും ആളുകൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നില്ല. അവർക്ക് വേണ്ട ആ ഒരു റെസ്പെക്റ്റും റെക്കഗ്നിഷനും അപ്രിസിയേഷനും അതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അവരുടെ പേഴ്സണൽ ഗ്രോത്തും സൈഡ് ബൈ സൈഡ് ആയിട്ട്. അല്ല, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ഞാനിത് കേട്ടു. കഴിഞ്ഞ ദിവസം ഹോൾസെയിൽ ഡിവിഷന്റെ ഇനാഗുറേഷൻ എന്ന് പട്ടാഭിരാമൻ സാറും ഇത് പറയണ്ടായി. ഞാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ഏതെങ്കിലും എംപ്ലോയി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നെങ്കിൽ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ അവരെ പണി നിർത്തണം. അല്ലാതെ എൻ്റെ ഒരു കോമ്പറ്റീറ്റർ കടയിൽ അവരുണ്ടാവില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. വളരെ സത്യമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വെൻഡേഴ്സിനെ കുറിച്ച് ഇത്രയും അറിയണമെങ്കിൽ കൂടെയുള്ള സ്റ്റാഫിന്റെ മൊത്തം ചരിത്രം തന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും അറിയും. അത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, മനസ്സിലായി. ഓക്കെ, ഈ സൂപ്പർ വുമൺ കോൺസെപ്റ്റിൽ ഇപ്പൊ 8-10 വീഡിയോസിൽ വന്നു. ഇത് വീട്ടിലിരുന്ന് ഇപ്പം ഓണക്കറച്ചി ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ, എനിക്ക് തോന്നുന്നു അവിടെ മീറ്റ് ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? അല്ല സോറി, അതുകൂടി ഇങ്ങനെ അതെ. അപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വ്യവസായം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു എൻട്രി കിട്ടുമെന്ന് നോക്കി നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്ക് ഈ വീഡിയോസും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ? നിങ്ങളിപ്പോ തൃശ്ശൂർ സാധനം ചെയ്തു, എന്താണ് ഇനി ബാലൻസ് ഉള്ളത്? എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോഴേക്കും 10 പേര് കിട്ടി, ദാറ്റ് ഓൺലി ഫ്രം തൃശ്ശൂർ. സോ ഇതിനേക്കാളും നല്ല റെസ്പോൺസ്, ഇതിന്റെ ഒരു എൻകറേജ്മെന്റ് ആൾക്ക് ഡയറക്റ്റ് DMs ആയിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് മീൻസ് വാട്ട് എവർ ഹാസ് ബീൻ ഡൺ അത് റൈറ്റ് ഡയറക്ഷൻ ആണ്. പക്ഷെ നമുക്ക് സ്റ്റോഴ്സ് ബാക്കി സ്ഥലങ്ങളിലും ഉണ്ട്. എറണാകുളത്തിലും ഉണ്ട്, കാലിക്കറ്റ് വി ക്യാൻ ഇമാജിൻ എത്ര ബിസിനസ് ലേഡീസ് കാണും. അതെ, ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഇത് ബിസിനസ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ പറയായിരുന്നു, ഈ മലപ്പുറവും കാലിക്കറ്റും ഒന്നും കേരളത്തിലല്ല, അത്രയധികം വ്യവസായങ്ങളുണ്ടല്ലോ അവിടെ. കൊല്ലം, കാലിക്കറ്റ്, ഇപ്പോ എറണാകുളം, ഇപ്പൊ നമുക്ക് ഈ ചെറിയ സ്റ്റോർ പാലക്കാട്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന് ഇപ്പോ എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട്? ഞങ്ങൾ ഈ 19-ാം തീയതി 10th ഔട്ട്ലെറ്റിന്റെ ഓപ്പണിംഗ് ആണ്. ശരി. അപ്പൊ ഈ തൃശ്ശൂർ കൂർക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂർ തന്നെ 4 അതെ. ഇതും അടുത്തതും തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ അങ്ങ് മൊത്തമായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഓരോ റെസിഡൻഷ്യൽ ഏരിയാസ് കുറെ അറിയാലോ, ട്രാഫിക് കൂടുന്നുണ്ട്, അപ്പൊ ആളുകൾക്ക് പുറത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ വെച്ചാൽ മെയിൻ ഹൈപ്പർ മാർക്കറ്റ് വടക്കേ സ്റ്റാൻഡിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലത്തെ ഒരു സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആളുകൾക്കൊക്കെ അത് എളുപ്പമാവുമല്ലോ. അപ്പൊ കേരളത്തില് മൊത്തം എവിടെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, അപ്പൊ ഒരു പിന്നെ വർദ്ധിനി മാം
ഒരു സജഷൻ മുൻപോട്ട് വെച്ചോട്ടെ. ഉം. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഇൻഡിവിജ്വലായി, അതായത് ഈവൻ മൾട്ടിനാഷണൽസിൻ്റെ ക്വാളിറ്റിയെ പോലും ഒരു പക്ഷേ അതിശയിപ്പിക്കുന്ന രീതിയിൽ പ്രോഡക്റ്റുകളും കോൺസെപ്റ്റുകളും ഒക്കെ തന്നെ മുൻപോട്ട് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിക്കോട്ടെ. അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു റെക്കഗ്നീഷൻ നൽകാൻ ABC ആയിട്ട് ചേർന്ന ഒരു പരിപാടിക്ക് തയ്യാറുണ്ടോ? ഓ ഡെഫിനറ്റ്ലി നമുക്ക് ബിക്കോസ് എനിക്കും അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞങ്ങൾ ഈ 10 വിമൻ ഓൺട്രപ്രനേഴ്സ് ചെയ്ത് അവർക്കൊരു പോഡ്കാസ്റ്റ് പോലെ ചെയ്തതും അവരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തത്. എനിക്ക് അത് തന്നെ ഒരു നല്ലൊരു സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ പല സൂപ്പർ മാർക്കറ്റിലും അവർക്കൊരു ഓപ്പണിംഗ് കിട്ടും. അതിപ്പോ നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ഇൻസ്റ്റ പേജ് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും എന്താണ് ചെയ്യുന്നതെന്നും അവരുടെ വിശേഷത, അവരുടെ പ്രോഡക്റ്റിന്റെ പോസിറ്റീവ് എന്താണെന്ന് അറിയാൻ പറ്റും. ഇതുപോലെ താങ്കൾ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അവരെ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് അറിയുന്നില്ല പലവരെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കോൺസെപ്റ്റുകളുള്ള പുരുഷന്മാരും സ്ത്രീകളും ആയിക്കോട്ടെ അല്ലേ? തീർച്ചയായിട്ടും അതിന് നമ്മളിത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം പ്രോഡക്റ്റിന്, അത് ഒരു പരിധിവരെയെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം. മറ്റുള്ളവർക്ക് ഇതുവരെ കിട്ടാത്തതോ ലഭിക്കാത്തതോ അല്ലെങ്കിൽ ആവശ്യമുള്ളതുമായ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ചെറിയ സംരംഭകരായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുമായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ABCയും ചേർന്ന് ഉടൻ തന്നെ രൂപപ്പെടുത്തുന്നതായിരിക്കും. അനൗൺസ്മെൻറ്റ്സുമായി ഞങ്ങൾ ഉടൻ സ്ക്രീനിലെത്തും.